ഞങ്ങൾ ദാനം ചെയ്ത പുണ്യപ്രദമായ രക്തവും ഞങ്ങളുടെ ശിക്ഷാവിധിക്കോ ഞങ്ങളുടെ മേലുള്ള പ്രതികാരത്തിനുമായി തീരരുതേ. ഞാനോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തിനും നീക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തല കുനിക്കണം.
അങ്ങയുടെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടത്താൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും അങ്ങയുടെ പരിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായി അങ്ങയുടെ പരിഹാരപ്രദമായ രക്തം ഞങ്ങൾക്ക് പാനീയമായി നൽകുകയും ചെയ്തു. അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ, അങ്ങയുടെ ഭക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അങ്ങയുടെ വിശ്വാസം ഞങ്ങൾ ഉറപ്പിക്കുകയും സുഹൃത്ത വ്യാപാരങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളേക്കും പരിശുദ്ധാത്മാവിനും ഇപ്പോഴെല്ലാ സമയത്തേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. സ്നേഹരുമാർപ്പിച്ചതുപോലെ ഈ ബലിയിൽ പ്രീതിപ്പെട്ട ഭാരങ്ങൾ നീക്കണമേ. വേദന നീക്കി സുഖമേകി മയിക്കണമേ. കായല്ല നിർധനയായ വിധവയുടെ ചെല്ലിക്കാശിന് തുല്യനായി നിന്തിരു സഭസുതരിൽ നിന്നും ഈ കുർബാനെ കൈക്കൊണ്ട സഹോദരങ്ങളും വാത്സല്യഭാജനങ്ങളുമേ, പാപപരിഹാരപ്രദമായ കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധാത്രിത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും നമ്മുടെ കർത്താവിന്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷകരും വിശുദ്ധമാമോദീസായുടെ വിസ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, കുറ്റങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ ബലഹീനരും ഭാവികളുമായ ദാസരാകുന്നു. നിങ്ങളുടെ യാത്രകളാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പോവുകയും ഇന്നും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യും. അത്യുന്നത അതിലേക്ക് ഭാവത്തിൽ കൊണ്ട് എന്റെ സഭാമക്കളെ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഞായറാഴ്ചയാണല്ലോ, ഞായറാഴ്ച കാണിക്കയുള്ള ദിവസമാണ്. അതുകൊണ്ട് ഉടനെ തന്നെ അക്ഷേഴ്സ് കാണിക്ക പാത്രങ്ങൾ ഇരിക്കുന്നിടത്തുകൂടി പാസ് ചെയ്യും. അതുകൊണ്ട് ദയവായിട്ട് അതിലെല്ലാവരും സജീവമായി സഭാത്മകമായി സഹകരിക്കണമെന്നും കൂടി ഓർമ്മിക്കുന്നു. ും
Couple of quick announcements. We found a cell phone earlier today. If anyone's missing a BlackBerry, please let me know. And two will be starting the program shortly. Nina, would you mind actually meeting me in the back door? Thank you. Hello, this is Saturday.
ആരുടെയെങ്കിലുമൊക്കെ സെൽഫോൺ ആണെങ്കിൽ അതൊന്ന് നോക്കാക്കിയിട്ട് സൗണ്ട് സിസ്റ്റത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ കൺവെൻഷന്റെ അവസാന ദിവസത്തെ അവസാന പരിപാടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളെല്ലാം സമയത്തിന്റെ കാര്യത്തിൽ പിന്നിലാണ്, അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. ഈ കഴിഞ്ഞ 3 ദിവസം അഭിനയ തിരുമേനി നമ്മളൊപ്പം ഉണ്ടായിരുന്നു. അനുഗ്രഹീതമായ സാന്നിധ്യമായിരുന്നു. തീർച്ചയായും നമ്മുടെ സഭയുടെ തലവനും പിതാവും എന്ന രീതിയിൽ ഈ ഒരു എക്സാർട്ടിലെ വലിയ സഭാ കൂട്ടായ്മയിൽ അഭിസംബോധന ചെയ്ത് പിതാവിന് സഭാതലം എന്ന രീതിയിൽ നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ അത് പറയുകയും അത് കേൾക്കുകയും തീർച്ചയായും ഈ കൺവെൻഷന്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. ഭാഗത്തിൽ നമ്മൾ സംസാരിച്ചെങ്കിലും സഭയുടെ തലവന രീതിയിൽ കൃത്യമായി അഭിസംബോധന ചെയ്യുവാൻ ഇതിൽ അവസരം ഉണ്ടായില്ല. ഇപ്പോൾ ചെയ്യുകയാണ്. പിതാവിന്റെ വലിയ സാന്നിധ്യത്തെ വളരെ നന്ദിയോടെ അനുസ്മരിക്കുകയും ഈ സമയത്ത് ഈ ചാർജറ്റിലെ ഈ വലിയ സഭാ കൂട്ടായ്മയെ അഭിസംബോധന ചെയ്യുന്നതിനായി ബാബാത്രിമേനിയെ ഈ സാദരം സഭനെയും ക്ഷണിക്കുന്നു. പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, വന്നുകൊണ്ടും പുറത്തേക്കിറങ്ങിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളെ, എല്ലാവർക്കും ഈ ഒരു പ്രാർത്ഥന കാർഡ് കിട്ടി കാണുമല്ലോ. നമ്മുടെ പുനരേഖ പ്രസ്ഥാനത്തിന്റെ പുണ്യ പിതാവായ മാറിവാനിയോസ് തിരുമനസിന്റെ വിശുദ്ധ പദവിയിലേക്കുള്ള നാമകരണ പ്രക്രിയ ആരംഭിച്ചു. അതിന്റെ ആദ്യത്തെ ഘട്ടമായ ദൈവദാസൻ എന്ന ശ്രേഷ്ഠ പദവിയിൽ പുണ്യ പിതാവ് ഇപ്പോൾ നമുക്ക് മധ്യസ്ഥനായിട്ട് നിൽക്കുന്നു. ഇനി ധന്യൻ എന്നുള്ള പദവിയുണ്ട്, വാഴ്ത്തപ്പെട്ടവൻ എന്നുള്ള പദവിയുണ്ട്. ചേർത്ത് നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ഹൃദയവും കൊതിച്ചിരിക്കുന്ന വിശുദ്ധ മാറിവാനിയോസ് എന്ന വിളികൾക്കുവാനുള്ള ആ ഒരു നിയമവും ഘട്ടവുമുണ്ട്. അതിലേക്ക് നമ്മുടെ വിശ്വാസ സമൂഹത്തിന്റെ പ്രാർത്ഥന അനിവാര്യമായ ഘടകമാണ്. നമുക്ക് റോഡിലുള്ള നമ്മുടെ വലിയ ഇൻഫ്ലുവൻസും ഈ വിശുദ്ധ പദവിയിലേക്ക് നാമകരണ ഓഫീസിലെ ആളുകളുടെ പരിചയമോ ഒന്നും നമ്മെ ഈ ശുശ്രൂഷയില് സഹായിക്കുകയില്ല. ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ് ഇതിന്റെ കാര്യം, ഇതിന്റെ അടിസ്ഥാന മാനദണ്ഡം. ആ ചെറിയ പ്രയത്നാന്ത ഒന്നെടുക്കാമോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ആരംഭിക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം നാട്ടിൽ നിന്ന് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്ന് വിതരണം ചെയ്തിരിക്കുകയാണ്. നാട്ടിലെ ഒരു പള്ളിയിലോ ഒരു അച്ഛൻ്റെയിലോ ഒരു സിസ്റ്ററിന്റെയിലോ കൊടുത്തിട്ടില്ല. പ്രസിൽ നിന്ന് ജോലിക്കാരോ 1-2 പേര് എടുത്തുകൊണ്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ആദ്യം വിതരണം ചെയ്യുന്നത് ഇവിടെയാണ്. ആദ്യം ഏതെങ്കിലും കാരണത്താൽ ഇതെന്നെ കൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല എന്ന് തോന്നുന്നെങ്കിൽ ദയവായി ഈ പ്രാർത്ഥനക്കാർക്ക് പുറകിൽ വെച്ചിട്ട് പോകണം.
It is not for you personally, for your personal use. It has been made in such a way that you can keep this card in your wallet, your small purse, for your personal use. നമുക്കിപ്പോൾ ദൈവദാസൻ നദിവാനികസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. പിതാവിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ആ ഒരു പേരിന്റെ മറുപടി എടുക്കുന്നു. ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയും കാലത്തിന്റെ ദൈവമേ, സഭയ്ക്ക് അങ്ങ് രൂപം നൽകി അതിനെ വളർത്തുന്നതിനായി അറിയാവുന്ന പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. ആ പുണ്യതാവിന്റെ സ്നേഹത്തിന്റെ ഊഷ്മളവും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതും ആദ്യമുള്ള സഭയ്ക്കുമായി അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധനായി അങ്ങേദാസന്മാരുമായി വിശുദ്ധ അങ്ങയോട് താഴ്മയായി പ്രാർത്ഥിക്കുന്നു. അങ്ങേദാസന്മാരുമായി വിശുദ്ധ പദവിയെ എന്ന് നമ്മുടെ ഈ ഭദ്രാസനത്തിന്റെ അഭിനയായ പിതാവ്, നമ്മുടെ അഭിനയ പിതാക്കന്മാര്, പ്രിയപ്പെട്ട സഹോദര വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, യുവദമ്പതികളെ, യുവജനങ്ങളെ, പ്രിയമുള്ള കുഞ്ഞുമക്കളെ, first of all, I would like to thank the Almighty for the wonderful presence amongst us during these 3 days of prayer, joyful relaxation, and prayerful reflection on various subjects which affect our ecclesial Christian life. The Lord has been so good. He is always good, and we have been experiencing the same in all the programs of our convention. It has been so meticulously organized, as Josephus Primary himself is so, and planned out in a systematic way and carried out a very special way of attention that we all made use of the time and made use of the grace that has been given to us. I'm so happy that the sign of the elevation of the Malabar Syrian Catholic community in this country, I mean North America, USA and Canada, has been taken a new face in her ecclesial life. I thank the Lord for this visible gesture of our growth. Today, Paulus Primary was speaking to us during the homily about the need of the evangelized to evangelize.
Triveni's mother tongue is not Malayalam. You know that? Yes or no? Yeah. Triveni's mother tongue is Tamil. And the but he learned Malayalam from the seminary. He studied in Trivandrum. It is a blessing for him that he can speak both languages so fluently. I think Tamil and Malayalam he can manage. Of course, German and Italian, there are also mother tongues for him. He has been speaking to us in a language which is so adaptable to understand for us about the need of the evangelized from evangelizing. We need to be evangelizers. Triveni, thank you for the inspiring holy which has touched our heart, which is a blessing on us. From my time here in New York, yesterday Triveni was telling me, be conscious of the time arrangement. As I told during the Sunday school meeting, I was never controlled by anyone except God like this. He didn't say you have only 2 minutes, but when you go in public, Triveni will speak 2 minutes time or 5 minutes time. I obeyed. But he told me, but you have 1 hour to speak to our faithful. Now he is looking at his watch. No use, I will use the maximum time. I have been given the sense what Triveni wanted us to do is we have to share as a church for the betterment of our exalted here. I will try to minimize the whole topic since I know that we are behind schedule. We are a church evangelized, dedicated for evangelization. Be wondering, Triveni, we are here in this country. It is not easy to evangelize. Forget about that word. Christian witnessing. Is it okay for our heart? That's what I meant by the other word as well. New evangelization is not something new. Realizing the new situations of each country and society, each one of us is called to witness the gospel for today. Tomorrow may be different, the next minute may be different. Now, for me, how to witness the gospel, how to witness the good news that the Lord has visited us. He has spoken to us in many ways. He has spoken to the prophets. He has walked with our forefathers in the desert. He did many things, but He has spoken to us through His beloved Son. And He, Jesus Christ, the Son sent by the Father, made us to feel that God is nothing but Emmanuel. ദൈവം നമ്മോടുകൂടെ എന്ന് നാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിനു വേണ്ടി വചനമായ ദൈവം ആത്മീയമായി നമ്മുടെ ഇടയിൽ ജനിച്ച് ജീവിച്ച് പീഡനമേറ്റ് മരിച്ച് ഉദ്ധാനം ചെയ്ത് സ്വർഗ്ഗപിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും നമ്മെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ അവൻ സന്നദ്ധമായിരിക്കുകയും ചെയ്യുന്നു എന്ന അടിസ്ഥാനപരമായ നമ്മുടെ ക്രിസ്തീയ അസ്തിത്വം, the basic Christian identity should be realized by each one of us. അമേരിക്കയിലായാലും മാർത്താണ്ഡത്തെ ചെറിയ ഒരു ഗ്രാമത്തിലെ കുറച്ച് മിഷൻ കേന്ദ്രത്തിലായാലും പരിശുദ്ധരാവിലെ വത്തിക്കാൻ അരമനയിലായാലും
ഒരേ പോലെ പ്രഘോഷിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടേണ്ടതുമായ സനാതനമായ സുവിശേഷത്തിന്റെ മർമ്മം അതാണ്. നാം ആരായിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, നാം ആരായിരിക്കുന്നു എന്നതിന്റെ അവബോധത്തിലാണ് നാം ക്രിസ്തീയ ജീവിതത്തിൽ ബലപ്പെടുകയും നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യം നൽകാനുണ്ടെന്നുള്ള വലിയ നിയോഗത്തിന്റെ പരിശുദ്ധിയെ തിരിച്ചറിയുകയും ചെയ്യുക. എവിടെയുണ്ട് പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും ജീവിച്ച് പോകുന്ന ആളുകൾ അല്ല. വ്യക്തമായി മനസ്സിലാക്കണം. ഇങ്ങനെ വൈകുന്നേരം എന്ന് പറഞ്ഞതുപോലെ പൗലോസ്ലീഹ കുറെ ഇന്ത്യക്കാർക്ക് എഴുതിയ ലേഖനമല്ല, ഇന്ത്യക്കാർക്ക് എഴുതിയ ലേഖനമാണ്. അത് വന്നിട്ടാണ് വേറൊരു കാര്യം കൊടുത്തത്. ഒരു പള്ളിയിൽ നിന്നപ്പോ ഒരു അപ്പച്ചൻ പറഞ്ഞെന്ന് പൗലോസ്ലീഹ എയർഫോഴ്സുകാർക്ക് ലേഖനം എഴുതിയിട്ടുണ്ടോ? ഇവര് പറഞ്ഞില്ല. എന്താ കാര്യം? കഴിഞ്ഞ കൊച്ചം വായിച്ചത് പൗലോസ്ലീഹ എയർഫോഴ്സ് എന്നല്ല, എയർഫോഴ്സുമാണ് ഉദ്ദേശിച്ചത്. വ്യക്തമായി ബോധ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. പൗലോസ്ലീഹ രണ്ടാം ലേഖനത്തിൽ നിന്നാണ് വിശുദ്ധ കുർബാനയിലെ ലേഖനം വായിച്ചു കേട്ടത്. ഇതിൽ നിന്ന് നമ്മൾ അനുഭവിച്ച ഒരു സന്തോഷം, ഒരു സ്നേഹം, അതിന്റെ അടിസ്ഥാനം ഇവിടെ പറഞ്ഞിരുന്നു. ആത്മാവുണ്ടെങ്കിൽ വായിച്ചു വന്ന ആത്മാവുണ്ടെങ്കിൽ അവിടെ പുതിയ പൗലോസ്ലീഹ പൗലോസ്ലീഹ എഴുതി പറഞ്ഞാൽ മതി. ആത്മാവിനടുത്ത് സ്വാതന്ത്ര്യമുണ്ട്, ആത്മാവിനടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ദിവസങ്ങളിലെല്ലാം അനുഭവിച്ചത് ആത്മാവിന്റെ സ്വാതന്ത്ര്യമാണ്. ഇവിടെ ജീവിക്കാൻ, സംസാരിക്കാൻ, പരിശുദ്ധ കുർബാനയെ അർപ്പിക്കാൻ, കുർബാനയിൽ ചേർന്ന് നിൽക്കാൻ, സമാധാനം ആശംസിക്കാൻ, ഒരുമിച്ച് പരിശുദ്ധ കുർബാനയെ നോക്കി ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവും ആകുന്നു എന്ന് പറയുവാൻ ആത്മാവ് വേണം. ആത്മാവ് ഇവിടെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മളെ സംസാരിച്ച സമയത്ത് പലരും പറഞ്ഞു വലിയ അനുഭവം. ആത്മാവിന്റെ അഭിഷേകം പരിശുദ്ധ കുർബാനയില് ഒരുക്കലും മുറുക്കലും പങ്കുവയ്ക്കലും അനുഭവിക്കലും അതിനുശേഷമുള്ള സാക്ഷ്യപ്പെടുന്നതിലും മാത്രം കരുതപ്പെടുന്നില്ല. നാം ആയിരിക്കുന്ന എല്ലാ സമയത്തും ആത്മാവ് നമ്മോടുകൂടിയുണ്ട്. പള്ളിക്കകത്ത് ഒരു ക്രിസ്തീയ ജീവിതം, പള്ളിക്ക് പുറത്ത് വേറൊരു ക്രിസ്തീയ ജീവിതം അങ്ങനെയില്ല. We have the same Christian life, the Christian virtues practiced in the family, in the church, in the working place, in the ministries, in our own endeavors. There is no dichotomy. If we do it differently, there is a contrast. What I mean to say, we have been given one life, and that is total, integral. No matter what weakness you have, no matter what you do in the wrong way, but you have only one life, that is the life given by the Lord. Understand this? Stand up to the leg. വളരെ സന്തോഷം. Understand? It told us you are important. You are precious. ജാതിയുടെ വാക്കിൽ ഓർത്താലും നിന്റെ മാതാവിന്റെ ഉദരത്തിൽ നീ രൂപം കൊള്ളുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. The one who knows us, even at our mother's womb. അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് നിന്നെ അറിഞ്ഞു എന്ന് വെച്ചാൽ എന്താ? നിന്നെ സ്നേഹിച്ചു. നീ ലോകത്തിൽ പ്രകാശം കാണുന്നതിനിടയായത് ദൈവത്തിന്റെ
പദ്ധതി പ്രകാരമാണ്. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഇമേജ് ആൻഡ് ലൈഫ്നെസ്, നിന്റെ ഛായയെ വിശ്രാമിച്ചു. ഇരിക്കുന്നവരെ തെറ്റിദ്ധരിക്കേണ്ട. ഇമേജ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന തലമുടി കറുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചായത്തെ കുറിച്ചല്ല. The image and likeness of God, your resemblance of the divine reality, the beauty of your spirit, the totality of your essence is given by the Lord Himself, and He tells us, you are precious. നീ എനിക്ക് പ്രിയപ്പെട്ടവരാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഇത് നിങ്ങൾ രേഖപ്പെടുത്തിയത് പ്രവാചകന്മാര്, ദീർഘദർശിമാര്, കാലഘട്ടത്തിന്റെ അടയാളങ്ങളാണ്. അടുത്ത കാലത്ത് വായിച്ചപ്പോ ഒന്ന് കേട്ട ഒരു സംഭവം, നിങ്ങൾ അതെല്ലാം വായിച്ചു കാണും. വിവരങ്ങൾ ഏറ്റവും അറിയുന്നത് അമേരിക്കയിലാണ്. വിവരങ്ങൾ ഉണ്ടാകുന്നതും പുറത്തേക്ക് പോകുന്നതും അമേരിക്കയിലാണ്. നിങ്ങൾ അറിഞ്ഞതാണ്. അതായത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്തൊരു മണ്ടത്തരമാണ്. ചെറുകടലിൽ കടക്കുമ്പോ 2.5 അടി വെള്ളമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 2.5 അടി വെള്ളത്തിലൂടെ കടന്നു പോകുന്ന കാര്യം വലിയ അതിശയമൊന്നുമല്ല. ഈ ചെങ്കടൽ ഭാഗത്തു നടത്തിയതിനൊക്കെ പാട്ട് പാടുന്നതിൽ എന്താ കാര്യം? ഒരു അത്ഭുതമില്ല. 2 അടി വെള്ളത്തിൽ പോകുന്നതിന് എന്തോ അത്ഭുതം. കേൾക്കുന്ന ആൾ പറഞ്ഞു, അത് ശരിയാണ്, എനിക്ക് മനസ്സിലായി, 2 അടിയോ ഉണ്ടായിരിക്കാം. പക്ഷേ എന്റെ സംശയം അങ്ങനല്ല. കുതിരയും കുതിരപ്പുറത്ത് വന്നവരും പഴയത്തെ പട്ടാളക്കാര് 2 അടി വെള്ളത്തിൽ അങ്ങനെ മുങ്ങിച്ചപ്പോൾ അത് മനസ്സിലാകില്ല. ഇവരിറങ്ങി there are people who are trying to say that we don't need God. The Lord, the God which you say, is not a man of ability who can protect us. മാരായന്റെ ഉദരത്തിൽ ദൈവപ്പെടുന്നതിന് മുമ്പ് അറിഞ്ഞ ദൈവത്തെ കുറിച്ച് സംശയിക്കുന്നത് തന്നെ ദൈവനിഷേധമാണ്. ഈ ദൈവം കാലത്തിന്റെ തികവിൽ നമ്മോട് ചേർന്ന് ജീവിച്ചു. ഇമ്മാനുവേലായി ദൈവം നമ്മോടുകൂടെ. ഈ യേശു ക്രിസ്തുവിന്റെ എനിക്ക് ഇന്നലത്തെ പല പരിപാടികളും ഇവിടെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, we can be sure to be proud of people here. All the skits, all the program we had on the stage had something to say from a biblical point of view. അല്ലേ? എല്ലാത്തിലും എന്തെങ്കിലും ഒരു വേദപുസ്തകത്തിന്റെ സന്ദേശം ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു നമ്മോടുകൂടി ജീവിച്ച് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോ സഹനത്തെ കുറിച്ചും കൂടി നാം ഓർക്കണം. രോഗങ്ങള്, മനക്ലേശങ്ങള്, നമ്മുടെ വിധിയുടെ കൈകാര്യം ചെയ്തിട്ട് കയ്യിൽ നിൽക്കാത്ത ക്രമീകരണങ്ങള്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മെ സംബന്ധിച്ച് ജീവിതത്തിന്റെ ചില പരിമിത യാഥാർത്ഥ്യങ്ങൾ വരുമ്പോ നാം കരുതും ജീവിതത്തിൽ വേദനിക്കുന്ന ആളുകൾ ലോകത്തിൽ ഇന്ന് ഒറ്റയാളേ ഉള്ളൂ, അത് നമ്മളാണ്. നമ്മളാന്ന് പറഞ്ഞാൽ വിചാരിക്കുന്ന ആളുകളെ അത് ഞാനാണ്. വേറെ യാതൊരു പരിഹാരവുമില്ല. Some people attempt for suicide. There is no solution further. ജീവിതത്തിൽ ക്ലേശം അനുഭവിക്കുന്ന ഒരേ ഒരാളെ ലോകത്തിലുള്ളൂ, അതേ സമയത്ത് ഞാനാണ്. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. പ്രിയപ്പെട്ടവരെ, കെട്ടുകഥയല്ലല്ലോ. നമ്മെ വിശ്വസിപ്പിക്കാൻ വേണ്ടി സുവിശേഷ താളുകളിൽ എഴുതി ചേർത്ത അപകടമല്ലോ. അവൻ ലോകത്തിന്റെ വെറുതെയിൽ നോക്കിത്താളുടെ മുകളിൽ അവൻ കുരിശു മരത്തിന്മേൽ തൂക്കപ്പെട്ടപ്പോൾ ലോകത്തിന്റെ അനന്തമായ വിഹാരത്തിൽ അവരുടെ കരങ്ങൾ വലിച്ചെടുക്കപ്പെട്ടപ്പോൾ അവരുടെ കൈകളിലും കാലുകളിലും ആളുകൾ അടിച്ച് ഇറക്കിയപ്പോൾ അവൻ ലോകത്തോട് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. God so loved the world that he has sent his only begotten Son എന്ന് പറയുന്നത്
ഈ വിരിക്കപ്പെട്ട കരങ്ങളിൽ ഒഴുകിയ രക്തത്തിന്റെ അളവിലാണ്. അവൻ സഹിച്ചുകൊണ്ടായിരുന്നപ്പോഴും അവൻ ദൈവത്തിന്റെ സ്നേഹം അറിയിച്ചുകൊണ്ടായിരുന്നു. ലോകത്തിൽ അപരാധം ചെയ്യാതെ ക്രൂശിക്കപ്പെട്ട ദൈവപുത്രൻ സഹനത്തിൽ നമുക്ക് മുൻപിലാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉണ്ടായി എന്ന് നാം വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു. ക്രൂശിതരായ കർത്താവിന്റെ പറയാമായിരുന്നല്ലോ, നിങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ത്യാഗമില്ലാതെ സ്നേഹത്തിന്റെ അളവ് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. You agree with me? Yeah, 10 people agree with me. Do you all agree with me? Yes. That's what our parents told us. That's what the parents witnessed to us. സ്നേഹം എന്ന് പറയുന്നത് ത്യാഗത്തിലാണ് മുദ്രകുത്തപ്പെട്ടിരിക്കുക. സ്നേഹമാണെന്ന് അറിയുന്നത് ത്യാഗം അതിന്റെ അളവ് നമുക്ക് മനസ്സിലാകുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ ഉയർന്നുന്ന ചെമ്പോ ചിലർക്കുന്ന കൈത്താണോ ആയിപ്പോകും. സ്നേഹമാകുന്നത് ത്യാഗം ചെയ്യുമ്പോഴാണ്. ഈ ദൈവം നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച് കുരിശ് മരത്തോളം തന്നെ തന്നെ താഴ്ത്തി എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ വലിയ ആഴം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് മറഞ്ഞു പോകാതെ മാറ്റി പോകാതെ നിലകൊള്ളുന്നതിനാണ്. ഈ ദൈവം നമ്മോട് പറയുന്നു, ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. This is a salvation history. മാതാപിതാക്കൾ ആദ്യ മാതാപിതാക്കൾ ആദവും ഹവ്വയും അവർക്ക് ഒരു കുടുംബമുണ്ടായിരുന്നു. ഈവനിംഗ് വാക്ക്. ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈവനിംഗ് വാക്ക്. രണ്ടുപേരും കൂടാതെ 3-ാമത്തെ ആളായിരുന്നു യഹോവയായ ദൈവമാണ്. പ്രിവിലേജ് ഈവനിംഗ് വാക്ക്. ദൈവത്തോട് ചേർന്ന് നടക്കാൻ കഴിഞ്ഞിരുന്ന മനുഷ്യന് അത് വിശ്വസിക്കാത്ത ദൈവം ഇപ്രകാരമാണ് പറയുക, ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കും. ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കും എന്ന് വെച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, ഉദ്ധാനം ചെയ്തു, ദൈവപിതാവിന്റെ വലതു ഭാഗത്തേക്ക് പോകുന്നു. അവൻ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി അവരോട് പറഞ്ഞു. നമ്മുടെ ഈ കോട്ട ഡിവൈൻ റിട്രീറ്റ് സെന്ററിലെ ഒരു ചിത്രമാണ്. കർത്താവ് 2 മരങ്ങളിങ്ങനെ ഉയർത്തി അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം കണ്ടിട്ടുണ്ടല്ലോ. അതെ, നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കപ്പെട്ട പടങ്ങൾ, ഫോട്ടോ ആവശ്യമാണ്. വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ആളുകളുടെ ഫോട്ടോ കുറച്ചു കാലം കഴിയുമ്പോൾ ആ സ്റ്റാർ തീരും. ദൈവത്തിന്റെ പുത്രന്റെ പ്രതിച്ഛായ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പതിയണമെങ്കിൽ മാതാപിതാക്കൾ കരുതലോടുകൂടി അത് നമ്മുടെ വീടുകളിൽ പ്രതിഷ്ഠിക്കണം. സൗദി അറേബ്യയിലെ നിയമങ്ങളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുസരിച്ച് നമ്മുടെ മുറികളിൽ, നമ്മുടെ വീട്ടിലൊക്കെ ഇത് സൂക്ഷിക്കാവുന്നതാണ്. പറഞ്ഞത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിത്രം. കർത്താവ് 2 കരങ്ങളും ഉയർത്തി നിർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും. നിങ്ങൾ ലോകം പോയി എന്റെ സുവിശേഷം അറിയിക്കും. അവരത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. കൈകൾ മടക്കിയിട്ടില്ല. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നിൽക്കുകയാണ്. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. എന്ന് വെച്ചാൽ അവന്റെ കരങ്ങൾ മുറുകിയിട്ടില്ല, അവന്റെ കരങ്ങൾ മടക്കിയിട്ടില്ല, അവൻ അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഈ കർത്താവ് പറയുന്നു, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും.
സുനാമിയെ കുറിച്ച് പറഞ്ഞു. 2012 ആരും പേടിക്കണ്ട, 2012 കുറിച്ച് പേടിക്കണ്ട. അച്ഛന്മാരത്തെ പെട്ടെന്ന് മാസ്റ്ററുടെ കുടിശ്ശികയെല്ലാം വാങ്ങിച്ചോണം. ലോകം അവസാനിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട. അവസാനിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ടത് ഒറ്റ കാര്യത്തെ കുറിച്ചാണ്. ആരാ? നമ്മൾ അവസാനിക്കുന്നതിനെ കുറിച്ച് മാത്രം കരുതിയാൽ മതി. അപ്പോൾ ഈ യുഗാന്ത്യം വരെ കൂടെ ഇരിക്കുന്നു പറഞ്ഞ കർത്താവ് നമ്മോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ശിഷ്യന്മാർ വഴി, ഞാൻ പോയി നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കും. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. കാനായിലെ കല്യാണത്തിൽ വെള്ളം പിഴിഞ്ഞാക്കിയത് മാത്രമല്ല അത്ഭുതം, അതിന്റെ രുചിയും പിടിച്ചോണ്ടിരുന്നാൽ മാത്രം പോരാ. നല്ല ശേല് ഒരു വാസമുടക്കില്ലാതെ വീട്ടടിക്കാൻ പറ്റിയല്ലോ. അതേ കർത്താവ് പറയുക, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ നിങ്ങൾക്ക് മുന്നിലെ ഞാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കി നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായി. ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ വെല്ലുവിലാസം. പഴയ പ്രാർത്ഥനാഗീതയിലെ സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാടി ഞാൻ വെറും താഴെയല്ല പോവുക. പിതാവിന്റെ വലത് ഭാഗത്ത് എനിക്ക് വേണ്ടി എന്റെ രക്ഷകൻ ഒരുക്കിയിരിക്കുന്ന ദൈവപിതാവിന്റെ വാസസ്ഥലത്തിലെ എന്റെ ഇരുപ്പിടം വരെ എന്റെ യേശുവിനോട് ചേർന്ന് ഞാൻ യാത്ര ചെയ്യും. സിയോൻ സഞ്ചാരി, ക്രൂസിൽ ചാടി ഞാൻ പോകുന്നുവെന്ന് ഈ പാട്ട് പാടി പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം. ഓർക്കാമലയല്ല ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഓർക്കാമലയ്ക്ക് അപ്പുറത്തെ കർത്താവിന്റെ ഒരുക്കപ്പെട്ട ഭവനത്തിലെ സ്ഥലം എനിക്കുണ്ടായിരിക്കണം. എന്റെ മാതാവിന്റെ ഉദരം എനിക്ക് വേണ്ടി കരുതിയ ദൈവം അതുപോലെ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എന്റെ പിതാവിന്റെ ഭവനത്തിലെ വാസസ്ഥലം അവിടെയാണ് എന്റെ യേശുവിനോട് ചേർന്ന് ഞാൻ യാത്ര ചെയ്യുക. ഈ യേശുവിനോട് ചേർന്ന് യാത്ര ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മള് ആകമാന സുറിയാനി വലങ്കര കത്തോലിക്ക സഭയോട് ചേർന്ന് ഏറ്റവും വിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. കത്തോലിക്ക തിരുസഭയുടെ കൂട്ടായ്മയിൽ നമ്മൾ വന്നതിന് ശേഷം നമുക്കുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ധ്യാനത്തിന് വിഷയമാക്കണം. പ്രിയപ്പെട്ട അച്ഛന്മാര്, നമ്മുടെ സിസ്റ്റേഴ്സ്, നമ്മുടെ എല്ലായ പ്രേക്ഷകരോട് ഞാൻ പറയുന്ന ഒരു കാര്യം, നമുക്കുണ്ടായ ജീവിതത്തിന്റെ വളർച്ച ധ്യാനത്തിന്റെ വിഷയമാക്കണം. Not a sociological research that can be done in a separate way, but a matter of fact, this is a subject to be studied and prayed and reflected. നമുക്കുണ്ടായ മാറ്റം അത് നോക്കാൻ ഇപ്പോഴും നമുക്ക് ദൂരെ നോക്കാൻ സാധിക്കുന്ന കൂട്ടായ്മകൾ, നമ്മുടെ പഴയ കൂട്ടായ്മകൾ നമുക്കുണ്ട്. And what is their position and where we are now? The Lord has been good to us as a church. മാലിന്യസ്കുലാവുന്ന പുണ്യ ദൈവത്തിന്റെ പുണ്യപുരുഷൻ, പിതാവിന്റെ കണ്ണുകൾ, പിതാവിന്റെ ഉൾക്കാഴ്ച, പിതാവിന്റെ വിശാലമായ ഹൃദയം. ഈ ഹൃദയത്തിന്റെ ഒരു പ്രത്യേകത, അതിർത്തികൾ വിശാലമാക്കിയ ഒരു വലിയ മഹാചാര്യനാണ്. നമുക്ക് പരിചയമായ പമ്പയാറും പരിചയമായ കുടുംബങ്ങളും തിരുവിതാംകൂറുമെല്ലാം വിട്ട് ലോകത്തിന്റെ അതിർത്തികളോളം മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്ന മാർത്തോമാ ശ്ലീഹായുടെ സഭാകൂട്ടായ്മ സാക്ഷ്യമായി ജീവിക്കണമെന്ന് കരുതി പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുകി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന എനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ്, തമ്പുരാനെ പറ്റി അമ്മച്ചി എന്ന് പറഞ്ഞ് മാറത്തടിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കമഴ്ന്നു നിന്ന് കിടന്ന് പടുത്തുയർത്തിയ ഒരു സഭയായ നമുക്ക് അനുഗ്രഹങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഒരു പിതാവ് ഒരിക്കലോട് പറഞ്ഞു, എന്റെ പിതാവേ, നമ്മളെന്ത് ഭാഗ്യമുള്ളവരാണ്. ഇപ്പോഴും നമ്മൾ വഴക്കടിച്ചും കോടതിയിലും കേസുമായി കഴിഞ്ഞു കൂടേണ്ടതായ ആളുകളായിരുന്നില്ലേ? ഈ ഇവാഞ്ചലിസ്റ്റ് പിതാവ് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം എന്ത് കഷ്ടത്തിലാകുമായിരുന്നു. ആ പിതാവ് ഇവിടെ ഇരിപ്പുണ്ട് എന്ന് എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞ വലിയ ഒരു ദൈവശാസ്ത്രമാണ്. അദ്ദേഹം പറഞ്ഞത് വലിയ ഒരു കാനോനാണ്. അദ്ദേഹം പറഞ്ഞ വലിയ ഒരു വ്യാഖ്യാനമാണ്, ഒരു ജീവിതാനുഭവമാണ്. നമുക്ക് നഷ്ടമാകാതെ ഇരിക്കാൻ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാതാപിതാക്കളെ പറഞ്ഞിരിക്കുന്നു, വിശ്വാസത്തിന്റെ വാതിൽ തുറന്ന് നിങ്ങൾ അകത്ത് കയറും.
വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ വാതിൽ തുറന്ന് അകത്ത് പ്രവേശിക്കണം. പ്രിയപ്പെട്ടവരെ, തിരുമേനിയും നമ്മുടെ ഇന്നലെ രാവിലെ സംസാരിച്ച തിരുമേനിയും ഒക്കെ അതിശയിച്ച് വീണ്ടും ചോദിച്ചു, You really had only 5 in the beginning? Yes, we were 5 on the 30th of September 1930. We were only 5. And I wonder, how could we go to such a beautiful place of a graceful growth, not only as a population of 500,000 faithful, but people who are able to serve the gospel in many countries, in many communities. എത്യോപ്യയിലെ എയ്ഡ്സ് രോഗം ബാധിച്ച കുഞ്ഞുങ്ങളെ കരങ്ങളിൽ ചേർത്ത് നിർത്തുവാൻ, അവരെ തലോടാൻ, അവരെ മുമ്പിൽ നിർത്തി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ബദനി സിസ്റ്റേഴ്സ്, ഇവിടെ ബദനി അച്ഛന്മാര് എത്യോപ്യയിലെ ശുശ്രൂഷ ചെയ്യുന്നത് ഈ സുവിശേഷത്തിന്റെ വലിയ ഉൾക്കാഴ്ചയിൽ നമ്മുടെ കുട്ടികളായ മനസ്സുകൊണ്ട് നമ്മുടെ അതിർത്തി വേണ്ടി വിശാലമായ ദൈവരാജ്യത്തിലേക്ക് എടുത്ത് വെച്ചതുകൊണ്ടാണ്. സൗത്ത് ആഫ്രിക്കയില്, കെനിയയില് അനേകം നിരാലംബര വസിക്കുന്ന കേന്ദ്രങ്ങളിലൊക്കെ നാം ശുശ്രൂഷിക്കുന്നത്. നമ്മുടെ നാട്ടില് ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് തള്ളിയിരിക്കുന്ന അനാഥരായ അനേക കുടുംബങ്ങൾക്ക് എയ്ഡ്സ് രോഗം ബാധിച്ച, എന്നാൽ അവർക്കതേക്കുറിച്ച് തിരിച്ചറിവില്ലാത്ത ഏതാണ്ട് 35ഓളം ബാലന്മാർക്കൊക്കെ സുവിശേഷം അവർക്കും ബാധകമാണ്. അവർക്ക് വേണ്ടി കൂടിയാണ് സ്വർഗ്ഗത്തിലെ ദൈവം മനുഷ്യനായത് എന്ന് ഓർമ്മപ്പെടുത്താനുള്ള ശുശ്രൂഷകൾക്ക് നമ്മുടെ കരങ്ങൾക്ക് ബലമേകുന്നത് നമ്മുടെ പുണ്യപിതാവിന്റെ കാഴ്ചയും ഉൾക്കാഴ്ചയും കൊണ്ടാണ്. നമുക്ക് ഇത് നഷ്ടമായി പോകുന്നത് അപകടമാണ് എന്ന് പരിശുദ്ധ പിതാവ് കൊണ്ടുകൊണ്ടാണ് പറഞ്ഞത്. സുവിശേഷം സ്വീകരിച്ചവര് സുവിശേഷം ഏകണം. Those who have received should give now. This is what we are supposed to do. അമേരിക്കയിലാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുക. അമേരിക്കയിലാണ് നമ്മൾ ഈ ശുശ്രൂഷ ബലപ്പെടുത്തുക. യേശുക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് നാം ജീവിക്കുന്നില്ലെങ്കിൽ, പൗലോസ് അപ്പോസ്തലൻ ഓരോരുത്തരെ ഓർമ്മപ്പെടുത്തിയതുപോലെ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് മഹാകഷ്ടം. Woe to me if I don't preach the gospel. Woe എന്ന് പറഞ്ഞിരിക്കുക. കുറച്ച് കഷ്ടമൊന്നല്ല, കഷ്ടങ്ങളുടെ പേരുമഴ. Woe to me if I don't preach the gospel. എനിക്ക് ദുരിതം. നമുക്കുണ്ടാകാവുന്ന രോഗങ്ങളൊക്കെ എന്തെല്ലാമാണെന്ന് ഓർക്കുക. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ, സുവിശേഷം പ്രസംഗിക്കാൻ തുറന്നു വെച്ച് വായിക്കുന്നതല്ലല്ലോ, അത് വായിക്കുന്നത് നാം കൂടുതൽ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി. എന്നാൽ അത് പങ്കുവെച്ച് സാക്ഷ്യപ്പെടുത്തി കൊടുക്കുന്ന സമൂഹമായിട്ട് മാറണം. ഈ നമ്മുടെ ഇവിടുത്തെ ഭദ്രാസനം എക്സാമിയേറ്റ് സ്ഥാപിതമായിരിക്കുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലൂടെ ഈ സുവിശേഷ പരിചയപ്പെടുത്തൽ സഭാപരമായി മേൽവിലാസത്തോടുകൂടി ഈ നാട്ടിൽ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ സഭയിലെ കുർബാന ഇവിടെ പലയിടങ്ങളിൽ നടന്നു. വിസിറ്റിംഗ് ബിഷപ്സ്, വിസിറ്റിംഗ് പ്രീസ്റ്റ്, വിസിറ്റിംഗ് ലേ ലീഡേഴ്സ്. That is part of our history. We have a resident bishop. We have a metropolitan who is responsible, duly appointed by the supreme authority of the church, with the recommendation of the Holy Episcopal Synod of our church, and we have been raised to a canonical status. 14 പള്ളി, 14 മിഷൻ, അതിന് ഭദ്രാസനത്തോളം വരുന്ന
കാനോനികമായ സംവിധാനം തിരുസിംഹാസനം ഏർപ്പെടുത്തിയത് ആദ്യമായിട്ടല്ല, 5 പേരെ കൊണ്ട് തുടങ്ങിയ ഒരു ശുശ്രൂഷയ്ക്ക് പരിശുദ്ധ സിംഹാസനം നൽകിയ അംഗീകാരത്തിന്റെ തുടർച്ചയാണ്. So that we may grow as an ecclesial community, spreading the values of the gospel wherever we go. 75,000 പേരോളം ഇന്ന് മാർത്താണ്ഡൻ ദേവതയിൽ അവരുടെ വിശുദ്ധ പൗലോസ് തിരുമേനിയുടെ സൈനിക ശുശ്രൂഷയില് തമിഴ് സംസാരിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക മക്കൾ ജീവിക്കുന്നെങ്കിൽ തിരുസിംഹാസനം നൽകിയ കലകളില്ലാത്ത പ്രോത്സാഹനത്തിൽ നാം കാണിച്ച ആർജവത്തോടും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള വലിയ സന്നദ്ധതയുടെ ഫലമായിട്ട് ലഭിച്ച നിറഞ്ഞ കവിഞ്ഞ് ഒഴുകുന്ന ദൈവാനുഗ്രഹത്തിന്റെ അടയാളമാണ്. മലയാളമല്ല, മലങ്കര സഭയാണ്. മലയാളത്തിന്റെ കരയുടെ അപ്പുറത്ത് തമിഴ് കരയിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ. ഇവിടെ കഴിഞ്ഞ ദിവസം യൂത്ത് ബന്ധപ്പെടുത്തിയപ്പോ നാട്ടിൽ നിന്ന് നിയമടവിലെന്ന് പറയണമെന്ന് പറഞ്ഞപ്പോ ഇവിടെ ഒരു മകൻ പറഞ്ഞു, I belong to Rockland Parish. My home parish also is Rockland. സത്യമാണ്. ആ റിയാലിറ്റിയാണ് തിരുസിംഹാസനം ഇപ്പോൾ കൽപ്പിച്ച് നൽകിയിരിക്കുക. നാട്ടിലുള്ള ഏതാനും മദ്രാസങ്ങളിലെ കുറെ ആളുകൾ കുറെ കാലത്തേക്ക് ജീവിക്കുന്ന സ്ഥലമല്ല ബെക്സാർക്കേറ്റ്. അലക്സ് എന്നെ നോക്കിങ്ങനെ ചിരിക്കുന്നു. ആ ചിരി എനിക്ക് മനസ്സിലായി. അതായത് തിരുമേനി പറഞ്ഞത് ശരിയാണ്. ഇവിടെ അവരുടെ തിരുമേനിയും കുറെ ബഹുമാനപ്പെട്ട വലിയ സിസ്റ്റേഴ്സ് നമ്മുടെ ആത്മായ പ്രദേശത്തിലും വല്ലപ്പോഴും കൺവെൻഷൻ നടത്താൻ വേണ്ടിയുള്ള കാനോനികമായ സംവിധാനമല്ല. ന്യൂയോർക്ക് ആർച്ച് ഡയസിസിലെ അഭിനന്ദ കർദിനാൾ ഡോറൻ തിരുമേനിക്കുള്ള അതേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ഇടയശുശ്രൂഷയുടെ അധികാരിയുമാണ് നമ്മുടെ അഭിനന്ദ തിരുമേനിക്ക് തിരുസിംഹാസനം നൽകിയിരിക്കുക. ഓപ്പറേഷൻ വിദ്യാസഭ